മഴയെന്ന് പറഞ്ഞാൽ എന്തൊരു മഴയാണിത്. മുറ്റമൊക്കെ ആകെ മെസ്സാണ്. കാണുമ്പോൾ തന്നെ വിഷമം വരും. ആശാൻ ചെറിയൊരു ഇന്റർവെൽ എടുത്തപ്പോൾ ഞാൻ ചാടി ഇറങ്ങിയതാ കേട്ടോ. ചൂല് കൊണ്ട് തൂത്താൽ പോവേയില്ല. ഞാൻ പിന്നെ കുറച്ച് പുല്ലൊക്കെ അവിടെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ടേ. അതുകൊണ്ടെല്ലാം നുള്ളി പെറുക്കിയെടുത്ത് കളയാമെന്ന് വിചാരിച്ചു. പുൽത്തകിടി സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതവിടെ കിടന്ന് വളരട്ടെ. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പേടിച്ച് ഞാൻ തുടങ്ങാതെ വെച്ചിരുന്നൊരു കാര്യമായിരുന്നു ഗാർഡനിങ്. പക്ഷെ ഇപ്പോൾ തുടങ്ങിയപ്പോൾ നിർത്താൻ പറ്റുന്നില്ല. യെസ്, ഐ ആം അഡിക്റ്റഡ്. ആമ്പൽക്കുളം സെറ്റ് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് ഈ വാഷ് ബേസൻ. അതിനകത്ത് ഇപ്പം നിൽക്കുന്നത് ഏതോ ഒരു പുല്ലാണ്, പക്ഷെ കാണാനൊരു ഭംഗിയൊക്കെ ഇല്ലേ. പിന്നെ ഇപ്പം ഈ കാണുന്ന ഈ ലാവണ്ടർ പൂ ഉണ്ടായ ചെടിയില്ലേ, അത് ഞാൻ ഏതോ കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നാൽ. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇനി ഈ മുറ്റത്ത് ഒരുപാട് താജ്മഹൽ എനിക്ക് പണിയാനായിട്ട് ബാക്കിയുണ്ട്. തുടങ്ങി കഴിഞ്ഞുകൊണ്ട് തന്നെ പുതിയ പുതിയ പണികൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ചെയ്യാൻ ഒരു രസമുണ്ട് കേട്ടോ. കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ മുറ്റം വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട് വെക്കാം എന്നൊക്കെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക. അധികം പൈസ അതിലൊന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് ഭംഗിയാക്കി എടുക്കാമല്ലോ. മഴയൊന്നും ഇല്ലാതെ കുറച്ച് നേരം മുറ്റത്തോടൊക്കെ ഇറങ്ങി കറങ്ങി അടിച്ച് നടന്നതിൻ്റെ ഒരു ആശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ആശ്വാസമൊക്കെ ആയിട്ട് കയറിപ്പോട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. ബൈ.